ആഷിഖെ, നമ്മളിപ്പോൾ നെടുമങ്ങാട് കോടതി സുഗതന് ജാമ്യം കൊടുത്തിരിക്കുകയാണ്. കാപ്പ കേസ് ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് 2 കേസിൽ ജാമ്യം കൊടുത്തെങ്കിലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇനി പോകാൻ പോകുന്നത്? ഇപ്പോൾ നമ്മൾ ഓൾറെഡി സുഗതനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾക്ക് വന്താ സുട്ടാ പോണ റിപ്പീറ്റ് എന്നുള്ളൊരവസ്ഥയിൽ അതാണ് ഈ ജാമ്യം കൊടുക്കുന്നു, കാപ്പ കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ആ ഒരു സിറ്റുവേഷനാണ് പാവം സുഗതന്. ഈ അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു പ്രൗഢിയോടെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ട സ്ഥാനത്ത് തൃശ്ശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിൽ സെല്ലിൽ കിടന്നാണ് ഈ ഒരു കൗൺസിലറായിട്ടുള്ള രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് വാങ്ങിച്ചു കൂട്ടിയ കാപ്പ എന്ന മെഡൽ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അടിച്ചിറക്കി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടക്കുന്നതുകൊണ്ടാണ്. ഈ ഒരു സുഗതം കാരണം നമ്മുടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ആകെ കയ്യാലപ്പുറത്തെ തേങ്ങ കണക്കെയാണ്. ഈ സുഗതന് നെടുമങ്ങാട് കോടതി 2 കേസിൽ ജാമ്യം നൽകിയപ്പോൾ വി രാജേഷ് കുറച്ചെങ്കിലും ആശ്വസിച്ചെങ്കിലും കാപ്പ കാരണം വളരെ നിരാശനായി തുടരുകയാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു പുതിയൊരു ഭരണ പ്രതിസന്ധി വന്നാൽ ഈ ഒരു BJPയുടെ ഭരണം ആ കോർപ്പറേഷനിൽ നിന്ന് തുടച്ചു നീക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ സംഭവിക്കണം. അതായത് UDFും LDFും തമ്മിൽ കൈകോർത്തൊരു അവിശ്വാസ പ്രമേയം ഉടനെ അവിടെ നടത്തുകയാണ് അല്ലെങ്കിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും വി രാജേഷ് നേതൃത്വം നൽകുന്ന കോർപ്പറേഷൻ ആ ഒരു തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് നിലപൊത്താൻ സാധ്യതയുണ്ട്. തുടർന്ന് ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് നമ്മുടെ കോൺഗ്രസിലെ ശബരിനാഥനായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ജീവൻ കയ്യിൽ പിടിച്ചുള്ള ഒരു പോരാട്ടം അല്ലെങ്കിൽ ഒരു ഓട്ടം എന്നുള്ള ഒരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ നെഞ്ചെടുപ്പോടെയാണ് വി രാജേഷ് ഇപ്പോഴും ആ ഒരു മേയർ കസേരയിൽ തുടരുന്നത്. ഇപ്പോൾ 6-7 മാസമായി ആ ഒരു കസേരയിൽ ഇരിക്കുന്നെങ്കിലും നിയമസഭാ ഇലക്ഷന് ശേഷം അദ്ദേഹം മനസമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. കാരണം പല വിഷയങ്ങളിൽ കോർപ്പറേഷനെ ശരിക്കും വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിപക്ഷ മുന്നണി എന്ന് പറയുന്നത്. ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് കാര്യമാകട്ടെ, അല്ലെങ്കിൽ തെരുവുനായ ശല്യം ആകട്ടെ, അല്ലെങ്കിൽ വെള്ളക്കെട്ടിൻ്റെ കാര്യമാകട്ടെ, അങ്ങനെ എന്ത് കാര്യം എടുത്തോ അതിലെല്ലാം സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം എന്ന് പറയുന്നത്. ഇപ്പോൾ മാറാത്തത് മാറും, അല്ലെങ്കിൽ നരേന്ദ്രമോദി നേരിട്ട് വന്ന് ഈ കൗൺസിലർമാരെ എല്ലാം അഭിനന്ദിച്ചും അല്ലെങ്കിൽ ബ്ലൂ പ്രിൻ്റ് എല്ലാം ഇറക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള പ്രചരണങ്ങളെല്ലാം നടത്തിയാണ് ഈ ഒരു സ്വപ്ന പദവിയിലേക്ക് BJP ഇരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു ബ്ലൂ പ്രിൻ്റ് ഇല്ല, അങ്ങനെ മാറാത്തതൊന്നും അവിടെ മാറിയിട്ടുമില്ല. എല്ലാം നിശ്ചലമായി, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏറ്റവും താഴ്ന്ന ലെവലിൽ തന്നെ, അല്ലെങ്കിൽ എന്താ പറയുക, ദുസ്സഹമായ അവസ്ഥയിലാണ് കോർപ്പറേഷൻ്റെ ഭരണം ഇപ്പോൾ തുടരുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇവര് ഈ വിജയം വന്നപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചപ്പോൾ ഇവർ പറഞ്ഞ കാര്യം തല പിടിച്ചു എന്നുള്ളതാണ്. തല പിടിക്കുകയാണെങ്കിൽ അവർക്ക് ബാക്കി ഉടല് പിടിക്കാൻ വേറെ സമയമൊന്നും വേണ്ട. കാരണം തല പിടിച്ച് ബാക്കി അവർ ഉറപ്പായിട്ട് പിടിക്കും എന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു അവിശ്വാസ പ്രമേയം UDFോ LDFോ കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ UDF കൊണ്ടുവരികയാണെങ്കിൽ LDF സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇതിനു മുമ്പൊരു അവിശ്വാസ പ്രമേയത്തിൻ്റെ ആ ഒരു സാധ്യത വന്നപ്പോൾ LDFിൻ്റെ ആ ഒരു അവർക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ UDFുമായി ചേർന്ന് പോകാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്നു, അല്ലെങ്കിൽ ആ ഒരു അവിശ്വാസ പ്രമേയം അവിടെ ചീറ്റി പോവുകയാണ്. കാരണം ഈ LDFിൻ്റെ ഒരു കടുംപിടുത്തം ശരിക്കും പറഞ്ഞാൽ ഈ LDF അല്ലെങ്കിൽ മുൻ ഭരണത്തിൻ്റെ, അല്ലെങ്കിൽ ഈ കോർപ്പറേഷൻ മുമ്പ് ഭരിച്ചിരുന്നത് CPM അല്ലെങ്കിൽ LDF തന്നെയാണല്ലോ. അവരുടെ ആ ഒരു ഭരണ മികവ് കൊണ്ടാണല്ലോ നേരെ BJPയുടെ കയ്യിലേക്ക് ചെന്ന് തന്നെ കയ്യിലേക്ക് ഇടുന്നത്. ഇപ്പോൾ അടുത്ത ഭരണത്തിൽ അല്ലെങ്കിൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഈ LDF സർക്കാർ 3ാമതൊരു ഭരണം പിടിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ കൈവിട്ട കളിയെല്ലാം CPM നടത്തിയപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവരുടെ ആ ഒരു കാലക്കേടിൻ്റെ രൂപം, അതായത് തോൽവി കാലക്കേടായി അവരുടെ തോൽവി നേരിട്ടിരിക്കുകയാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്ന അത്രയേറെ പ്രാധാന്യമുള്ള ഒരു കോർപ്പറേഷനാണ് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഈ ഒരു വിജയത്തിന് ശേഷം നോക്കിയപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, BJP കേരള എന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതാണ്. മാരാർജി ഭവന്റെ മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന മേയർ എന്ന ബോർഡ് വെച്ച കാർ, അതിന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: കേരള സ്റ്റേറ്റ് നമ്പർ 1 കാർ കമ്മിങ് സൂൺ എന്ന് പറയുന്നത്. അതായത് 140 മണ്ഡലങ്ങളിലും വലിയ സ്റ്റാർ കാൻഡിഡേറ്റുകളെയൊക്കെ നിർത്തി വലിയ ടൈറ്റ് കോമ്പറ്റീഷൻ നൽകും എന്ന രീതിയിലൊക്കെ പ്രചരണം നടത്തിയതിന് ശേഷമാണ് ഈ 140 മണ്ഡലങ്ങളിൽ നിന്നും കൂടുതൽ ഭൂരിപക്ഷം നേടി BJP അല്ലെങ്കിൽ NDA മുന്നണി കേരളത്തിൽ ഭരണം പിടിക്കുമെന്നെല്ലാം അവകാശപ്പെട്ടു. അതുമായിട്ട് പലവിധ പ്രവർത്തനങ്ങളുമായി നടന്നെങ്കിലും 3 സീറ്റുകളിൽ ഒതുങ്ങിക്കൂടാനായിരുന്നു
BJP-യുടെ വിധി. അതിന് നമ്മുടെ LDF-ന്റെ 3 സിറ്റിംഗ് സീറ്റുകൾ ആണ് ഈ BJP പിടിച്ചെടുത്തതെന്നും കൂടി ഒന്ന് ആലോചിക്കണം. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു ചെറിയ ഒരു ചേർച്ച അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ വല്ലാതെ ഒരു ഡെഡ്ലിയാണ്. അപ്പോൾ നമ്മുടെ സാധാരണക്കാർക്ക് വരെ ഇങ്ങനെ ഒരു തോന്നിപ്പോ ശരിക്കും ഇവർ തമ്മിൽ ഇങ്ങനെ ചേരുമോ, ശരിക്കും ഈ മോരും മുതിരയും തമ്മിൽ ചേരുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ ചേരുമോ, അതങ്ങനെ ശരിയാവുമോ എന്നുള്ളൊരു സംശയം അത് അസ്ഥാനത്താക്കിയാണ് ഈ 3 സ്ഥാനാർത്ഥികൾ നിയമസഭയിൽ നിന്ന് വിജയിക്കുന്നത്. ഓക്കെ, നമുക്ക് നിയമസഭ അത് മാറ്റിവെക്കാം. മാത്രമല്ല അത് ഈ ഒരു കോർപ്പറേഷൻ്റെ കാര്യത്തിൽ പറയാവുന്ന മറ്റൊരാളുണ്ട്. നമ്മുടെ മുൻ DGP ആയിരുന്ന R. ശ്രീലേഖ, നമ്മുടെ വട്ടിയൂർക്കാവിലെ കൗൺസിലറാണ്. വട്ടിയൂർക്കാവിലെ ഈ ഒരു അതെ വിജയിച്ചു. അവർ ഈ ഒരു മത്സരിക്കുന്ന സമയത്ത് BJP ഇവർക്ക് വല്ലാത്തൊരു ഹൈപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവർ ജയിച്ചാൽ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുകയാണെങ്കിൽ ഈ ഒരു കോർപ്പറേഷനിലെ മേയർ മുൻ DGP ആയിരിക്കും എന്ന രീതിയിലുള്ള പ്രമോഷനും പ്രചരണങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അത്ര ഹൈപ്പ് കയറ്റി വെച്ചിരിക്കുന്നതായിരുന്നു. അങ്ങനെ തിരഞ്ഞെടുപ്പ് കഴിയുന്നു, അല്ലെങ്കിൽ ഈ കോർപ്പറേഷൻ ഭരണം BJP പിടിക്കുന്നു. അവസാനം ഒരു ലാപ്പ് വന്നപ്പോൾ പതുക്കെ ശ്രീലേഖ IPS അങ്ങോട്ട് തള്ളുകയാണ്. എന്നിട്ട് നൈസായിട്ട് VV രാജേഷിനെ അവിടെ മേയറാക്കുന്നു. അപ്പോൾ അവിടെ തന്നെ ഈ BJP-യിൽ ഒരു മുറുമുറുപ്പ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് മുന്നോട്ട് അവരുടെ ഒരു ഐക്യമില്ലായ്മ പോലെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഈ ഒരു സുഗതന്റെ കേസ് ഇടിച്ചു കയറി വരികയാണ്. അപ്പോഴത്തേക്കിനും ഈ BJP എന്നുള്ള പാർട്ടി ഇവരെല്ലാവരും കൗൺസിലർ എല്ലാവരും ഒരുമിച്ചു. നമ്മുടെ തിരുവനന്തപുരത്ത് നടന്ന അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ നടന്ന സമരങ്ങൾ കാര്യങ്ങളൊന്നും വിഷ്ണു മറന്നു കാണില്ലല്ലോ. അല്ലെങ്കിൽ 2 മുൻ DGP-മാർ പോലീസിനെതിരെ, അല്ലെങ്കിൽ ഈ സംസ്ഥാന പോലീസ് മേധാവിമാരായിരുന്ന മുമ്പ് നമ്മുടെ കേരള പോലീസിനെ നയിച്ചിരുന്ന 2 DGP-മാരാണ് പോലീസിനെ പരസ്യമായ ആഭാസവും ഈ പുലഭ്യവും വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരാൾ പറയുന്നു പ്രസിഡൻഷ്യൽ ഭരണം വരുമെന്ന്, ഒരു DGP പറയുന്നു പോലീസ് ഞങ്ങൾക്ക് വെറും പുല്ലാണെന്ന്. ഇതുപോലെ ഒരു പ്രഹസനങ്ങളായിരുന്നു ആ ഒരു സുഗതനുമായി ബന്ധപ്പെട്ട കേസുകളിൽ പോലീസുമായി ഒരു ഉരസൽ വന്നപ്പോൾ സംഭവിച്ചത്. അപ്പോൾ ഇനി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൗൺസിൽ യോഗം ഉടനെ കൂടുന്നുണ്ട്. ഇതുപോലെ 1, 2, 3 കൗൺസിൽ യോഗം ചേരുമ്പോൾ സുഗതന്റെ അസാന്നിധ്യം വരികയാണെങ്കിൽ സ്വാഭാവികമായും ഈ സുഗതന്റെ കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടും. അപ്പൊ അവിടെ ഒരു നിക്കക്കള്ളി അല്ലാത്ത രീതിയിൽ, അതായത് ഒറ്റക്കാലം ഒത്തു നിൽക്കുന്ന രീതിയിൽ BJP ആ ഒരു കോർപ്പറേഷനിൽ നിൽക്കേണ്ട ആ ഒരു അവസ്ഥ വരും. കറക്റ്റ് ആ ഒരു സമയത്തൊരു പ്രമേയം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ 2 പാർട്ടികൾ ഒന്ന് ഒരുമിച്ച് വരികയാണെങ്കിൽ തീർച്ചയായും VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണം മൂക്കുകുത്തി നിലത്ത് കിടക്കും. ഉറപ്പായിട്ടും, അതിൽ സംശയമൊന്നുമില്ല. കൃത്യമായിട്ട് അതാ ഈ BJP അത് അവർക്ക് തന്നെ വിനയമാണ്. അവർ എറിഞ്ഞ കോടാലി അത് അവർക്ക് നേരെ തന്നെ തിരിച്ചു വരുന്നത് പോലെയാണ് കാണാൻ സാധിക്കുന്നത്. അത് ആ ഭരണത്തിൻ്റെ തന്നെ ഇപ്പം കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ളത് അത്രയ്ക്കും അഹങ്കാരത്തോടെ, അല്ലെങ്കിൽ അത്രയ്ക്കും ഒരു ഇതിലൂടെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. അല്ലാതെ അതെ. അപ്പൊ അത് അത്രയും ഇതായിട്ട് അവർ പറയുന്നുണ്ടെങ്കിലും അത് അവർക്ക് തന്നെ തിരിച്ചടിക്കും. അങ്ങനെ തിരിച്ചടിക്കപ്പെട്ടാൽ അത് BJP പിന്നെ ഇങ്ങോട്ട് വരാൻ സാധ്യത കുറവാണ്. കാരണം ഇപ്പം തന്നെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആയാലും ഇവിടെ ഇപ്പം 3 സീറ്റ് പിടിച്ചു. നിയമസഭാ ഇലക്ഷനിൽ തന്നെ 3 സീറ്റ് പിടിച്ചു. ഇപ്പോൾ ശ്രീലേഖയുടെ വിഷയമായാലും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുഗതൻ്റെ വിഷയമായാലും ഒരിക്കലും അതെങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത്? കാപ്പ ചുമത്തിയ ഒരാൾക്ക് എങ്ങനെ ഇനിയിപ്പോൾ സ്വന്തം നാട്ടിൽ വന്ന് നിൽക്കാൻ പറ്റും? അല്ലെങ്കിൽ അവിടെ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ആ സ്ഥാനം അവരെ അവിശ്വാസ പ്രമേയം പ്രഖ്യാപിക്കുകയും മറ്റ് നിയമ നടപടികളിലേക്ക് അത് പോവുകയും ചെയ്യും. 6 മാസത്തേക്ക് സുഗതന് തിരുവനന്തപുരത്തേക്ക് വരാൻ കഴിയില്ല. ഈ ഒരു സെൻട്രൽ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും. അപ്പൊ തന്നെ ഈ ഒരു നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ എന്തായിരിക്കും ഇനിയുള്ള അവസ്ഥയെന്ന്. ഇനി ഈ ഒരു സുഗതന് വേണ്ടി എത്ര മാസം ഇതുപോലെ കൗൺസിൽ യോഗങ്ങൾ ഇങ്ങനെ നീട്ടിവെച്ച് കൊണ്ടുപോകാൻ ഈ ഒരു VV രാജേഷ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് നമുക്ക് നോക്കിക്കാണാം. അതെ.